ഹെയർ ഫാള് നമുക്ക് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കെയർ റൊട്ടീൻസ് നടത്തണം. അതേപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വേണം. ഇതൊക്കെ ആണ് ഹെയർ ഫാള് കുറയ്ക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് യുവർ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. അതായത് നിങ്ങളുടെ ഹെയർ ഫാള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് കഴിക്കുക. അതായത് എഗ്ഗ്, ഫിഷ്, മീറ്റൊക്കെ, അതേപോലെ അയൺ ആൻഡ് സിങ്ക് അതടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ ബയോട്ടിൻ, വിറ്റാമിൻ ബി കോംപ്ലക്സ് അത് കഴിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇതൊക്കെ നമ്മുടെ ന്യൂട്രീഷനിലും ഡയറ്റിലും ഇതൊക്കെ കൊണ്ടുവരിക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഫാള് കുറയ്ക്കാനുള്ള ഒരു കാരണമാകുന്നു. പിന്നെ രണ്ടാമത് പറയാനുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ആൾക്കാർ ചെയ്യുന്നത്, അതായത് പ്രോപ്പർ ഒരു ഹെയർ കെയർ റൂട്ടീൻ. ശരിയായ ഒരു രീതിയിൽ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു എപ്പോഴും ശ്രദ്ധിക്കുക, സൾഫേറ്റ് ഫ്രീ ആയിരിക്കണം ഷാമ്പു ആയിരിക്കണം. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്ലെയിൻ വാട്ടറിലായിരിക്കണം നിങ്ങൾ തല കുളിക്കേണ്ടത്. ഒരു കാരണവശാലും കഴിവതും ഹോട്ട് വാട്ടർ എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെ ഒഴിവാക്കുക. ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, നമ്മളിപ്പോൾ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ജെല്ല്, ഡ്രൈസ്, അതേപോലെ ഡൈസ്, പിന്നെ വാക്സ്, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഇതിൻ്റെയൊക്കെ യൂസ് നിങ്ങൾക്ക് ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ അത് കുറക്കുക. ഇപ്പോൾ ഹെയർ ഫാൾ നല്ല രീതിയിലുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഉള്ളൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും തല തോർത്തുക എന്നുണ്ട്. തല തോർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യാതെ സ്ട്രോങ് ആയിട്ട് നമ്മൾ തല റബ്ബ് ചെയ്യാണ്ട് വളരെ ഒരു മൈൽഡായിട്ടുള്ള രീതിയിൽ നിങ്ങൾ തല കൊടുത്തുക. ഇതാണ് പ്രോപ്പർ ഒരു ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഹെയർ ഫാൾ ഉണ്ടാകാനുള്ള മേജറായിട്ടുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്. സ്ട്രെസ് ഉള്ളവർക്ക് ഹെയർ ഫാൾ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ഒരു മേജർ ഒരു കോൺട്രിബ്യൂട്ടറാണ് ഹെയർ ഫാളിന് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്ട്രെസ്സ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നോക്കുക. അതിന് മെയിനായിട്ട് മെഡിറ്റേഷനാണ് ഉള്ളത്. പിന്നെ അതേപോലെ റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ഓക്കെ, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കാലപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും. പിന്നെ ഈസി ആയിട്ട് പറയണമെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ്, ഒരു 7 to 8 hours, അതായത് ഒരു ബ്രേക്ക് ഇല്ലാണ്ട് 7 to 8 hours ആയിട്ട് പ്രോപ്പർ സ്ലീപ്പ്, ഇത് ശരിക്കും സ്ട്രെസ്സ് ശരിക്കും ഒഴിവാക്കും. പിന്നെ ഒരു അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാലപ്പ് മസാജ് ആണ് ഉള്ളത്. സ്കാലപ്പ് മസാജ് ആൻഡ് ഹെയർ ഓയിൽസിനെ കുറിച്ച് പറയാം. അതായത് നമ്മളെപ്പോഴും സ്കാലപ്പ് മസാജ് ചെയ്യുക. അത് മെയിനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒരു നല്ലൊരു സംഭവമാണ്. വെളിച്ചെണ്ണ വെച്ചിട്ട് ഹെയർ മസാജ് ചെയ്യുക. അതുപോലെ കാസ്റ്റർ ഓയിൽ അത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഒണിയൻ ജ്യൂസ് ഹെയറിൻ്റെ ഒരു റീഗ്രോത്തിന് ഇത് ശരിക്കും ഉപകാരപ്രദമാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നിങ്ങളുടെ ഹെയർ എങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഡോക്ടറിനെ കാണാമെന്നുള്ളതാണ്. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ കാണാം. ഇപ്പം ഞാനതിൽ 2-3 മരുന്നും കാര്യങ്ങളും ഇതിൽ ജസ്റ്റ് പറയുന്നുണ്ട് എന്നുള്ളൂ. ബട്ട് നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് വേണം ചികിത്സ എടുക്കാനായിട്ട്. മിനോക്സിഡിൽ യൂസ് ചെയ്യാം. അതും ഒരു FDA അപ്രൂവ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് ഹെയർ റീഗ്രോത്ത് ചെയ്യാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഫിനാസിട്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ കഴിക്കുന്ന ഒരു മരുന്നാണ്. ഇതും ശരിക്കും പറഞ്ഞാൽ ഹെയർ ലോസിന് പ്രിവെൻറ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇപ്പോൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് PRP തെറാപ്പി. മോസ്റ്റ് കോമൺ ആണ്, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു പ്ലാസ്മ, ഒരു ഇഞ്ചക്ഷനാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ശരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ്. ഇതിപ്പോൾ പക്ഷേ കോസ്റ്റ്ലി ആയിട്ടൊരു സംഭവമാണ്. പിന്നെ ഹീറ്റ് ശരിക്കും അവോയ്ഡ് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഹീറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹെയർ ഡ്രയേഴ്സ്, സ്ട്രൈറ്റ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത് അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഫാൾ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ വെയിലത്തൊക്കെ നല്ല ഒരു വെയിലത്താണ് പോകണമെന്നുണ്ടെങ്കിൽ ട്രൈ ടു വെയർ എ ക്യാപ്പ്. എപ്പോഴും ഒരു ക്യാപ്പ് ധരിക്കുക എന്നുള്ളതാണ്. കാരണം അത് നമ്മളെ UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു ഹെയർ ഡാമേജ് അവിടെ കുറയും. ഇതൊക്കെയാണ് നമുക്ക് ഹെയർ ഫാള് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മുൻകരുതലുകളും ട്രീറ്റ്മെൻറ്റുകളും. അപ്പോൾ വീണ്ടും പുതിയ ഫാഷനും സ്റ്റൈലും അടങ്ങുന്ന വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.